ലോർഡ്. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. രൂത്ത് ബോവസിനോട് പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്: ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ബോവസിനോട് രൂത്ത് പറയുകയാണ്, ഞാനൊരു അന്യദേശക്കാരത്തിയാണ്, ഞാൻ ഈ ദേശത്തുള്ളവളല്ല, ഞാൻ മറ്റൊരു ദേശത്തുള്ളവളാണ്. അത് മാത്രമല്ല, എനിക്ക് പറയാനുള്ളത് നഷ്ടങ്ങളെ കുറിച്ച് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കൈമുതലായി എനിക്കൊന്നുമില്ല. എനിക്കൊരു നല്ല കുടുംബമില്ല, എനിക്ക് ഭർത്താവില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് വീടില്ല, ഒന്നുമില്ല. ഒന്നുമില്ലാത്ത അന്യായ എന്നോട് നിനക്ക് ദയ തോന്നുവാൻ തക്കണം എന്താണ് എന്നിലുള്ളത്? ദൈവത്തിന് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അന്യദേശത്ത് ആയിരിക്കുന്ന നമ്മെ നമ്മളോട് ദയ തോന്നുന്നവനായ ഒരു കർത്താവിനെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പലരോടുള്ള ബന്ധത്തിൽ നമ്മൾ അവർക്ക് അന്യരാ. നമ്മുടെ പല മനുഷ്യരും നമ്മെ അന്യരായി കാണുമ്പോൾ അന്യരെ സ്വന്തമായി കാണുന്ന കർത്താവിനെ ഓർത്ത് നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. പലരും നമ്മെ മാറ്റി നിർത്തുമ്പോൾ, പലരും നമ്മെ വേദനിപ്പിക്കുമ്പോൾ, പലരും നമ്മെ തകർത്ത് കളയുവാനായി ശ്രമിക്കുമ്പോൾ നമ്മളെ മാറോട് ചേർത്ത് പിടിച്ച് ഒരു അമ്മയുടെ സ്നേഹവും പിതാവിന്റെ സ്നേഹവും നൽകി വാത്സല്യത്തോടെ മകളെ മകനെ എന്ന് വിളിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ആ സ്നേഹത്തെ ഇന്ന് പകൽക്കാലം ഒന്ന് ഓർക്കുക. രൂത്തിന് അവകാശപ്പെടുവാൻ ഒന്നുമില്ല, എന്നാൽ അവൾ പറയുന്നു, ഒന്നുമില്ലാത്ത എന്നോട് ദയ തോന്നുവാൻ അങ്ങക്ക് എങ്ങനെ സാധിച്ചു? അതേ, നല്ല ശമരിയക്കാരനായ നല്ല നമ്മുടെ കർത്താവിന് മാത്രമേ നമ്മളോട് ദയ തോന്നുവാൻ കഴിയുകയുള്ളൂ. ഈ പകൽക്കാലം ദൈവം നിങ്ങളോട് ദയ തോന്നാൻ പോകുകയാണ്. മനുഷ്യർ നിങ്ങൾക്ക് ദയ കാണിക്കാതിരിക്കുമ്പോൾ, അതേ, നിങ്ങൾ ആശ്രയിച്ചവർ നിങ്ങൾക്ക് ദയ കാണിക്കാതിരിക്കുമ്പോൾ, നിങ്ങൾക്ക് ജന്മം നൽകിയ അമ്മയും പിതാവും നിങ്ങളോട് ദയ കാണിക്കാതിരിക്കുമ്പോൾ, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളോട് ദയ കാണിക്കാതിരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് ദയ കാണിക്കാതിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, ദൈവം ദയ തോന്നുന്ന ദൈവമാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മുഖത്തും ദൈവം നമ്മുടെ കരത്തെ പിടിച്ച് ദൈവം നമ്മളെ ഉയർത്തും. ആ ദയയുള്ള കൃപയുള്ള ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് ഈ പകൽക്കാലം നമ്മൾ ഇങ്ങനെ പറയാ, ഞാൻ അന്യരല്ല, എനിക്ക് സകലതുമുണ്ട്. ആ കർത്താവിനോട് മാറോട് ചേർന്നുകൊണ്ട് ഒരു നല്ല ജീവിതം ഇന്ന് പകൽക്കാലം മുൻപോട്ട് നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമ്മളോട് ദയ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മാറിൽ ചാരുക, ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക. വേണ്ടതെല്ലാം ദൈവം നൽകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.